ആന്തോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിട്ടല്ലേ പറയാന്ന് വെച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടുണ്ടായിട്ട് നമ്മള് ഇന്നലെ ഇട്ടോട്ടാ. അതിലുള്ള കമന്റ്സ് തന്നെ ഭയങ്കര ലെങ്ത്തിലാണ്. പിന്നെ കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരേപോലെയാണ് തോന്നുന്നു അല്ലെ. പിന്നെ നമുക്ക് ഇത്രയും നാളുള്ള ക്വസ്റ്റ്യൻ ആൻസർ എടുത്ത ക്വസ്റ്റ്യൻസ് അത് നല്ല ഡിഫറൻസ് ആണ് ഈ വശല്ലേ. ഭയങ്കര ഡിഫറെന്റ് ആയി പോയി. ഒരുപാടുണ്ട്. അയ്യോ ഇതൊക്കെ എങ്ങനെ വായിച്ചു തീർക്കുവാൻ ആലോചിക്കുന്നത്. എന്റെ കണ്ണമ്മ ഒരു കുരുവിന്റെ അതാണ് ഈ കണ്ണിറക്കി പിടിച്ചമർത്തണം. എനിക്ക് വേദനിക്കുന്നു. കുരുവനുണ്ട്. അത് പിന്നെ കൈ ചൂടാക്കി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ഇതിലായിരുന്നു. അപ്പൊ ഏട്ടൻ കൈ ചൂടാക്കി വെച്ച് ഇപ്പതാതിരുന്നതിന്റെ നല്ല വേദന. വീഡിയോ അപ്പൊ ഫസ്റ്റ് നമുക്ക് വായിക്കാട്ടാ. മക്കളെ ഇതുപോലെ സന്തോഷത്തോടെ ഇന്ന് മുന്നോട്ട് പോവുക. പ്രാർത്ഥനയോടെ ഒരു അമ്മ. യെസ്, എല്ലാരും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇതേപോലെ ഇന്നും സന്തോഷത്തോടെ പോവൂലേ. പോവും. അപ്പൊ ഈ കമന്റ് ഇത്രയും നല്ല കമന്റ് ഇട്ട അമ്മയ്ക്ക് താങ്ക് യു അല്ലേ. അതെ. പിന്നെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് പറയൂ. അതിന്റെ എക്സ്പീരിയൻസ് അല്ലേ. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനൊരു 11 വയസ്സിലങ്ങടെ ആയതെന്നാണ് എൻ്റെ ഓർമ്മയിൽ. വെക്കേഷൻ ടൈമിലായിരുന്നു കേട്ടോ. അപ്പൊ വലിയ ഓർമ്മ എനിക്ക് ഇപ്പം ഇല്ല. എന്നാലും പറയാം, രാത്രി അങ്ങടെ ആയത് ഞാന്. അപ്പൊ ആയപ്പോ ആദ്യം ഞാൻ ചേച്ചിയോടാണ് പറഞ്ഞത്. ഞാൻ ചേച്ചി ഒരുമിച്ച് കേൾക്കാം. ചേച്ചിയോടാണ് പറഞ്ഞത്. പിന്നെ അമ്മോട് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ബന്ധുക്കളൊക്കെ കാണാൻ വന്ന്. പിന്നെ ഒരു 4ാമത്തെ ദിവസം ഫംഗ്ഷനൊക്കെ ആയിട്ട് 100-200 പേരിനൊക്കെ വെച്ചുള്ള ഫംഗ്ഷനൊക്കെ ആയിട്ട് നടത്തിയിട്ടാണ്. പിന്നെ എന്തായിരുന്നു മധുരപ്പലകാരം തീറ്റ നേരുന്ന സമയത്ത് പിന്നെ ബേക്കറി സാധനങ്ങൾക്ക് ആൾക്കാർ കൊണ്ടില്ല. അത് തിന്നാ കുറെ ഡ്രസ്സുകൾ കിട്ടി. അങ്ങനെയായിരുന്നു ആ ടൈം. ഫംഗ്ഷന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ ചെറുപ്പം അതിൽ ഞാൻ അത്യാവശ്യം കുണ്ടുമണിയാണ്. ഇപ്പൊ അതേപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അന്ന് അത്യാവശ്യം തടിയുണ്ട്. പിന്നീട് ഞാൻ തടി കുറച്ച് തുടങ്ങിയത്. അതാണ് ഓർമ്മയിലുള്ളൂ. പിന്നെ അധികം പറയാനൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമുക്ക് ആ പ്രായത്തിലൊന്നും അധികം അതിനെ കുറിച്ച് അറിയില്ലല്ലോ. അമ്മയൊക്കെ എല്ലാം പറഞ്ഞു തന്നു. വല്യമ്മമാരും അമ്മയൊക്കെ വന്ന് പറഞ്ഞു. പിന്നെ മഞ്ഞളിട്ട് കുളിപ്പിക്കുക. പിന്നെ മുട്ട കുടിപ്പിക്കലൊക്കെ എവിടെയുണ്ട്. പക്ഷെ എനിക്ക് തന്നിട്ടില്ല. ഞാൻ തന്നാലും കുടിക്കില്ലെന്നറിയാം. പച്ചമുട്ട കുടിക്കാല്ലേ. പച്ചമുട്ട കുടിക്കും. എനിക്ക് തന്നിട്ടില്ല. ഞാൻ തന്നാലും കുടിക്കില്ല. നേന്ത്രപ്പഴം, പാല് അങ്ങനത്തെ ഫുഡൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ട് ആ സമയത്ത്. വേറൊന്നുമില്ല. അടുത്തത് അന്ന് എന്തായിരുന്നു ഹോസ്പിറ്റലിൽ പോയത്? വ്ളോഗ് കണ്ടിരുന്നു. വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് പിന്നെ അന്നത്തെ വ്ളോഗിലും പറഞ്ഞ് പിന്നത്തെ വ്ളോഗില് നമ്മള് പറഞ്ഞിട്ടുണ്ടായി വയറുവേദനയായിട്ടാണ് പോയത്. അപ്പൊ എനിക്ക് കുറച്ച് നാളായിട്ട് ഒരു മാസമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ എന്നും പറയട്ടെ ഡോക്ടറെ അടുത്ത് പോവാന്നത്. സത്യം പറയും സ്കാൻ ചെയ്യാൻ പേടിച്ചിട്ടാണ് ഞാൻ പോവായിരുന്നത് അത്രയും നാള്. അപ്പൊ അങ്ങനെ നീട്ടി വെച്ച് കുറച്ച് നാള് ഇനിയിപ്പോ എന്തായാലും ഏട്ടൻ വന്നിന്ന് വന്നേ പറ്റൂ. ഇന്ന് എന്തായാലും പോയേ പറ്റുന്നതാണ്. പോയിട്ട് ഡോക്ടറെ കാണിച്ചാണ് കുഴപ്പമൊന്നുമില്ല. വയറുവേദന വന്നപ്പോ പോയതാണ്. പക്ഷെ എല്ലാരും വിചാരിച്ച് പ്രഗ്നന്റ് ആണെന്ന്. അല്ല എന്താ ചേട്ടൻ പുറത്ത് വെച്ച് കാണുന്നവരൊക്കെ അതാണ് ചോദിക്കുന്നത്. പ്രഗ്നന്റ് ആണോ അന്ന് വീഡിയോ ഇട്ട്. വയറുവേദന ആയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അടുത്ത വായിക്കും. അടുത്തത് ഇനി പഠിക്കാൻ പോകുന്നുണ്ടോ? കല്യാണത്തിന് മുന്നേ ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലൈഫിൽ കൂടുതൽ ഏതാണ് ഇഷ്ടം? പഠിക്കാൻ പോകുന്നുണ്ടോന്ന് ചോദിച്ചാ ഇപ്പൊ ഞാൻ എന്റെ വ്ളോഗ്, എന്റെ കുറച്ച് പ്രൊമോഷൻസ് കാര്യങ്ങള്, ഷൂട്ടുകള്, ആഡ് ഷൂട്ടൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി നടക്കുന്നു. അങ്ങനെ പറയാ. എന്നെ കളിയാക്കി പറയാ. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ചിരിക്കണ പോലെ എനിക്ക് കുറച്ച് വരുമാനമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഇപ്പൊ പോണത്. എന്തായാലും വഴിയെ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പഠിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. പഠിക്കണം. എടുത്ത് ചാടി ഇപ്പൊ പോയി പഠിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇറക്കാൻ അത്യാവശ്യം കാശ് നമ്മുടെ കയ്യിൽ ഇപ്പൊ വേണം. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ച സംഭവം നമ്മുടെ കയ്യിലുള്ള കുറച്ച് നാളല്ലേ ഉണ്ടാവും. ആ ഉള്ള സമയത്ത് നമുക്ക് അതിന്ന് കാശ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും പഠിച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ പിന്നീട് അതിലേക്ക് നോക്കും. നമ്മൾ എന്തായാലും അത് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. നടക്കുമെന്ന് വിചാരിക്കണം. പിന്നെ ഒന്നും നമ്മൾ മുൻകൂട്ടി പറയില്ല. 5-6 മാസമായിട്ടുള്ളൂ. പിന്നെ എനിക്ക് പ്രായം ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും വേറെ വല്ല ജോലി ചെയ്യാനോ
വണ്ടി കൊണ്ടിട്ട് പുറത്തായിരിക്കണത് വേറെ ഒന്നല്ല അല്ലേ? അല്ലാതെ ദിവസം റൂമിലിരുന്നിട്ടല്ലേ. അപ്പൊ ബോറടിയുണ്ടാന്ന് വെച്ച് പറഞ്ഞ പോലെ എന്റെ ചിന്തകൾ മാറുമെന്നൊന്നും അറിയില്ല. ഒരു വർഷമായി വേറെ ചിന്ത വരും. 2 വർഷം അടുത്ത ചിന്ത വരും. ലാസ്റ്റ് വേറെ എന്തെങ്കിലും പറയൂ. അങ്ങനെ ചിന്ത പറഞ്ഞല്ല, നമുക്കൊന്നും പറയാൻ പറ്റൂല. അടുത്ത ഞാൻ കളിയാക്കുക. അടുത്ത കേട്ടാ, ടെൽ യുവർ ഹോബീസ് ദാറ്റ് യു വിൽ ഡു ഇൻ ഫ്രീ ടൈം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടാണ് പറയാൻ ഞാൻ വിട്ടുപോയി. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. കല്യാണത്തിന് മുന്നത്തെ ലൈഫും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ലൈഫും ഇഷ്ടം എന്ന് പറയുന്നത് രണ്ട് ലൈഫാണ്. രണ്ടിനോട് ഇഷ്ടക്കേടൊന്നുമില്ല, നന്നായി പോകുന്നു. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ. പിന്നെ കല്യാണത്തിന്റെ മുന്നത്തെ ഇപ്പത്തെ നല്ല വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടില് വേറെ, കല്യാണം കഴിഞ്ഞ വീട്ടില് വേറെ, അങ്ങനെ. അവിടെ എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇവിടെ നമുക്കായിട്ട് കുറെ കാര്യങ്ങൾ മഴ പെയ്യും, അത് തുണി കൊള്ളിട്ടുണ്ട്, മഴ പെയ്ത് ഓടേണ്ടി വരും. എന്റേതായ കുറെ കാര്യങ്ങള്, പിന്നെ കുറെ ഉത്തരവാദിത്വങ്ങൾ എന്ന് പറയല്ലേ, ഞാന് കൊറേ ഉണ്ടാവും. അവിടെ ആവുമ്പോ നമുക്ക് അതൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പലതായി ചില നേരത്തെ തല്ലുണ്ടാക്കും. ഞാൻ പറയും കല്യാണം വേണ്ടായിരുന്നു, തല്ലുണ്ടാക്കാത്ത സമാധാന സന്തോഷമുള്ള ജീവിതം പറയൂ. അതാണ് അവസ്ഥ. ഞാൻ സത്യം പോലെ പറയും. ഞാൻ വിളിക്കുന്ന നന്മമരുന്നാണ്. അല്ല, ഇതിനൊരു കാര്യം ഉണ്ട്. ഞാൻ തുറന്ന് ഞാൻ ഈ ചേട്ടനോട് അതിലെന്തായാലും ഞാൻ ഉള്ളത് തുറന്നടിച്ചോളം പറയും. അത് ഏട്ടൻ നീ കേട്ട വിഷമാവോ, ആരുടെ കാര്യമായാലും ഏട്ടൻ നീ പറഞ്ഞ വിഷമാവോന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. എനിക്ക് എന്താ പറയാൻ തോന്നി അത് ഞാൻ വായില് തോന്നി പറയും. നല്ല കാര്യമാണ്. ഇപ്പൊ എടുത്ത് പറയല്ല. ഇപ്പൊ എന്റെ മുന്നിലൊരു കാര്യം കണ്ടു, അതിപ്പോ ഞാൻ ആ കാര്യം പറഞ്ഞോണ്ട് ഏട്ടന് വിഷമാവെന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരിക്കാറില്ല. ഞാൻ അപ്പൊ തന്നെ അത് പറയും. എന്നിട്ട് ചേട്ടനോട് വിഷമായെങ്കിൽ സോഡിട്ടാന്ന് പറഞ്ഞു. അതാണ് എന്റെ സ്വഭാവം. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സിൽ സുഖം പറയൂലേ, എനിക്കത് പറയണം. എന്റെ മനസ്സിൽ വെച്ച് കൊണ്ടാണ് അതൊക്കെ എനിക്കറിയില്ല. പിന്നെ കൊണ്ട് നടന്നാലും ഏട്ടൻ ചോദിക്കും എന്താ കുഞ്ഞിന് പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ചോദിക്കും. അത് ഞാൻ പിടിക്കും. സ്വന്തമായിട്ട് പറയാണ് നല്ലത്. ഇതിന് പ്രശ്നം എനിക്ക് തോന്നിയ അല്ലെ, മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ അല്ല, എന്ത് കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു ദിവസത്തിനുള്ളില്. അതെ, എനിക്ക് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചേരം മിണ്ടാതെ മുഖം കയറ്റി പിടിച്ച് എന്റേതായ കാര്യങ്ങൾ നോക്കി ഏട്ടൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കും. അപ്പൊ ഏട്ടന് മനസ്സിലാവും ഇവൾക്ക് എന്തോ ഉള്ളിൽ കയറിണ്ട് അല്ലേ. അങ്ങനെയാണ് കൂടുതലും അത് ചോദിക്കാറ്. ഞാൻ പറയും, അല്ലാണ്ട് ഞാൻ പറയാറുണ്ട്. അല്ലാണ്ടും ഓരോരോ എന്താ പറയാ പറയും. പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമല്ല, എന്റെ മൈൻഡ് പലതരത്തിൽ. ചിലപ്പോ നമുക്ക് ഓരോ എല്ലാവർക്കും ഉണ്ടാവില്ല ടെൻഷനുള്ള സമയം. അപ്പൊ ചെറിയ കാര്യം കണ്ടാൽ മതി, അതെനിക്ക് വലുതായി തോന്നും. പക്ഷെ സന്തോഷമുള്ള സമയത്തൊക്കെ എന്ത് കണ്ടാലും ഞാൻ ചിലപ്പോ വിട്ട് കളയണം. 2-3 ദിവസം ഭയങ്കര ഒരു മൂഡ് ഔട്ട് ആയിരുന്നു. ഞാനും സംസാരിക്കണമൊന്നുമില്ല അങ്ങനെ. എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര മൂഡോട്ടായിരുന്നു. ഞങ്ങള് തമ്മില് പ്രശ്നങ്ങളൊന്നുമില്ല, ഏട്ടനും കുറിച്ച് പ്രശ്നമില്ല. ചില കാര്യം നമുക്കൊരു എന്തൊരു മുന്നിൽ കാണുന്ന കാര്യങ്ങൾ ചിലത് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങൾ വരുമ്പോ നമുക്ക് പേഴ്സണലി നമുക്കൊരു വിഷമം വരും. അയ്യോ എന്താണ് ഇങ്ങനെ ഒറ്റ ഒരു എന്തൊരു ഞങ്ങൾ തമ്മിൽ പ്രശ്നമേ ഇല്ല, ഒപ്പില്ല. എന്തൊക്കെ ഒരു വിഷമങ്ങൾ, എന്തൊരു വിഷമം വിഷമങ്ങള് നമുക്കറിയാം. പക്ഷെ നമുക്ക് അതൊക്കെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാരും ഉണ്ട്, പക്ഷെ ആരില്ലാത്തൊരു പോലെ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്, അങ്ങനത്തെ ഒരു ചിന്ത ചില സമയത്ത് നമുക്ക് തോന്നും. പിന്നെ അത് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാലേ മഴയായോണ്ടാ തോന്നുന്നു. മഴയൊക്കെ ഇട്ട് വരുമ്പോ നമ്മുടെ മനസ്സിനൊരു മൂടിക്കെട്ടലാണ്. ഇന്ന് കുറച്ച് വെയിൽ ഉദിച്ചിട്ടുണ്ട്, അപ്പൊ മനസ്സിനൊക്കെ ഒരു ഉണർവ് ഇല്ലേ, ഒരു ഉണർവുണ്ട്. ഇന്ന് സത്യം പറഞ്ഞ തുണിയിടൽ തന്നെ ആയിരുന്നുണ്ട്. വെയിൽ ഉദിച്ചപ്പോ അഥവാ നേരമല്ലോ തുണി എടുക്കുന്നത് കഴുകല്, ഇങ്ങനെ തുണിയുണ്ട്. മഴ പെയ്യുന്ന നോക്കിയിരിക്കുന്നുണ്ട്. ഹോബീസ് വെച്ചത്
ഹോബീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഫ്രീ ടൈം അങ്ങനെ കിട്ടാറില്ല. അല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യം നല്ല ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാനാണ്. പിന്നെ പറയാ ഇപ്പൊ ഫ്രീ ആയിട്ട് അങ്ങനെ ടൈം കിട്ടാറില്ല. എന്ന് വെച്ചാ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞാൽ നെയ് വ്ളോഗ് എടുക്കലുണ്ടാവും, അല്ലെങ്കിൽ വല്ല പ്രമോഷൻസിന്റെ വീഡിയോ എടുക്കുന്ന വല്ല ഷൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എനിക്കിഷ്ടം ഇപ്പൊന്ന് വെച്ചാ ഈ വ്ളോഗ്, പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രമോഷൻസ്, അതിങ്ങനെ ഡ്രസ്സ് മാറി ഒരുങ്ങിയെടുക്കുക, അതൊക്കെയാണ് എനിക്ക് ഇപ്പത്തെ ഹോബീസ്. അപ്പൊ ചോദിക്കും എന്തേ വ്ളോഗ് കുറയണെന്ന്. അല്ല ഞങ്ങൾ എടുക്കുന്നുണ്ട്. സത്യം പറയാ പകുതി വെച്ച് നിൽക്കും, കട്ടാവും. എനിക്ക് തോന്നുന്നു 10-15 വീഡിയോസ് ഞങ്ങളുടെ ഫോണില് ദിവസം 10-15 ദിവസത്തൊക്കെ എടുക്കുന്നുണ്ടാവും ഇടാത്തത്. എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോ കുറച്ചെടുക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു ഉഷാറില്ലാത്ത പോലെ തോന്നും. അപ്പൊ ആ വീഡിയോ ഏട്ടൻ പറയും അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ബോറടിയാണ്. നമ്മ അത്രയും നല്ലൊരു ചാനലായിട്ട് കൊണ്ടുപോകല്ലേ, അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണിക്കും. എനിക്കൊരു പേഴ്സണലി അങ്ങനെ ഒരു തോന്നല്. അതുകൊണ്ടാണ് ഈ അടുത്ത് തന്നെ എടുത്തിരുന്നത്. പെട്ടെന്ന് കട്ടായി. പകുതി എത്തിയപ്പോ തന്നെ അയ്യോ ഇത് ഇടണോ ഇടണ്ടേ. പിന്നെ ചലഞ്ചുകൾ എടുത്തിട്ട് ചിലത് നമുക്ക് ശരിയാവാത്ത പോലെ. അപ്പൊ അതൊക്കെ നമ്മളങ്ങനെ കുറെ വീഡിയോസും പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ വീഡിയോസ് എടുക്കുന്നുണ്ട്. ചിലതൊന്നും ശരിയാവില്ല, ചിലതൊക്കെ ശരിയാവും. പരമാവധി പറഞ്ഞ പോലെ നല്ലോണം വ്ലോഗ് എടുത്തിട്ട് ഈ പറഞ്ഞ മഴ വരും, നിൽക്കും. ഞങ്ങ ഈ പറഞ്ഞ ട്രിപ്പിന് ഇറങ്ങും, ഭയങ്കര മഴ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം പുറത്തു പോയി വരും. ഇല്ല, ഈ പുറത്തൊക്കെ എന്താണ് ഇവിടെ വെള്ളപ്പൊക്കമാണ്. ഒന്നാമത് ഈ ഏരിയ പറവൂര്, കൊടുങ്ങല്ലൂരൊക്കെ, കോട്ടപ്പുറം അങ്ങനത്തെ ഏരിയ ഒക്കെ പറഞ്ഞാല് വണ്ടി അവിടെ നിൽക്കേണ്ടി വരും. അത്രയും ചെളിയും കുഴിയും ഒക്കെ കണ്ണു എടുക്കണ്ടല്ലേ. കണ്ണിക്കുരു വരാനുള്ളതാണ്, കഴിച്ചു കൂടി വെക്കേണ്ടി വരും. ചില നേരത്ത് എനിക്കത് ഭയങ്കര വേദനയായിട്ട് വരില്ല, അതാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച അടുത്തത് ഇപ്പൊ ഹോബീസായിട്ട് ഇപ്പൊ എനിക്ക് വീഡിയോ എടുക്കൽ തന്നെയാണ് ഇപ്പത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. അതെ. പിന്നെ എന്തെങ്കിലും അമ്മയെ കാണണം, അമ്മയുടെ അടുത്ത് പോകണം എന്ന് തോന്നിയിട്ടുണ്ടോ കുഞ്ഞ? കാണണമെന്ന് തോന്നാണ്ടിരിക്കില്ല. എന്താ വെച്ചാ അത് എന്റെ അമ്മയാണ്, എനിക്ക് കാണണമെന്ന് തോന്നാണ്ടിരിക്കൂ. പോണെന്നൊക്കെ തോന്നും, പക്ഷെ സാഹചര്യം അങ്ങനെയാണ്. പോവാൻ പറ്റിയൊരു കാര്യത്തിലല്ല ഇപ്പത്തെ ഈ കാര്യങ്ങൾ നീങ്ങി പോകുന്നത്. അങ്ങനെ അടുത്തത് ഹായ് പറയൂ, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, ലവ് യു, ഹാപ്പി ആയിട്ട് ഇരിക്കൂ എന്നുകൊണ്ടൊരു റാസി. ഹായ് ഹായ്, ഹാപ്പി ആയിട്ട് ഇരിക്കണ്ട. ഇപ്പൊ മഴ ആയിരുന്നോണെങ്കിൽ ഒരു പിന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് ഞങ്ങള് ഹാപ്പി ആവാറ്. ഇപ്പൊ യാത്രയ്ക്കൊന്നും പറ്റാത്ത അവസ്ഥ മഴയല്ലേ, അതാണ് പ്രശ്നം. ഞങ്ങളാ ഒരു അടുത്ത ഒരു പ്ലാൻ വരുന്നുണ്ട്, അങ്ങനെ പോവും എന്തായാലും. യാത്ര എന്തായാലും മഴ ഉണ്ടെങ്കിലും പോവും. അതന്നെ ഞങ്ങൾ പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അടുത്തത് എവിടെ? എല്ലാവരും കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് ചോദിച്ചു കണ്ടത്, സത്യം അല്ലേ? സംഭവങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അറിയൂ, അത് എത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ അകൽച്ച എന്ന് എനിക്ക് തോന്നിയത്. അത് എന്തേലാവട്ടെ, ബാക്കിയുള്ളവരെ കാണിക്കാനോ മത്സരം മനസ്സിൽ വെച്ചോ ഒന്നും വീഡിയോ ഇടല്ലേ. നിങ്ങളുടെ കാര്യങ്ങൾ അതും പുറമെ പറയാൻ പ്രശ്നമില്ലാത്തവ മാത്രം വീഡിയോയിൽ പറയുക. നന്നായി ജീവിക്കുക. എല്ലാ ആശംസകളും നേരുന്നു. ഈ പറഞ്ഞത് തന്നെയാണ് സത്യം അല്ലെ. നമ്മുടെ പ്രശ്നം നമുക്കേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് ഓടിച്ചെന്ന് കയറാനൊന്നും പറ്റില്ല, എവിടേക്കും പോവാനും പറ്റില്ല. അതാണ് നമ്മുടെ പ്രശ്നം, നമുക്ക് അറിയുള്ളൂ. പിന്നെന്താ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ ആരെയും കാണിക്കാൻ വീഡിയോ ഇടുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇടാറില്ല അല്ലെ. ഞങ്ങൾ ആരെയും കാണിക്കാനായിട്ട് ഒന്നും ഇടാറില്ല. ഞങ്ങളുടെ ലൈഫ് എന്താണ് അതാണ് ഇടണത്. ഞങ്ങളുടെ സന്തോഷം, നമ്മുടെ സന്തോഷ നിമിഷങ്ങളാണ് ഞങ്ങൾ കൂടുതൽ കാണിക്കാറ്, കൂടുതൽ ഇടണത്. പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല കേട്ടോ. നമ്മൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ യൂട്യൂബിൽ ഇപ്പൊ പറയുന്നുള്ളൂ അല്ലെ. അതെ. പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞ പേഴ്സണായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക് എടുത്ത്. അതെ. പൊന്നു പോയതുപോലെ ഒരു ദിവസം വീട്ടിൽ കയറി പോകണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പോക്ക് നടക്കുമെന്ന് എനിക്ക് നടക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയില്ല. പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ എന്റെ തീരുമാനം മാത്രല്ല, എന്റെ തീരുമാനമാണെങ്കിൽ ചിലപ്പോ ഞാൻ പോയി ഇരുന്നേനെ. അതിന്റെ ഒരു വ്യക്തത എന്തായാലും നമ്മ പറയാൻ. വ്യക്തത വേറെ ഒന്നല്ല, ഈ പറഞ്ഞ വീഡിയോസ് അല്ലേ, ഞാൻ തുടങ്ങിയിട്ടുള്ള വീഡിയോസ് അന്ന് 2-3 വീഡിയോ കണ്ടാലും അറിയാം എന്താണ് കാരണമെന്ന്.
അപ്പൊ ആ വീഡിയോസ് എടുത്ത് കാണാം കൂടുതലായിട്ട്. ഇതിൽ പറയാനില്ല, അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു 4 മാസം മുന്നേ ഇട്ട വീഡിയോസിൽ നമ്മള് ഈ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഇതിലിടാം ഞാൻ. അപ്പൊ അതിൽ നോക്കാം, അപ്പൊ അതിലുണ്ടാവും എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് മെയിൻ ആയിട്ട് ഉള്ളത്. അല്ല ചോദിക്കണ കാര്യങ്ങൾ അതിലുണ്ട്, കൃത്യമായിട്ടുണ്ട്. ഞങ്ങ ഓടിത്തുടങ്ങിയ കാര്യങ്ങൾ വരെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അന്നത്തെ എനിക്ക് തോന്നുന്ന ഒരു 47 മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു നമ്മുടെ പ്രശ്നം ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ പറയുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ല, കണ്ടവർക്ക് തന്നെ ഓൾറെഡി ആയിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നില്ലല്ലോ. അന്ന് അത് കഴിഞ്ഞ് ഒതുങ്ങി ഞങ്ങളിപ്പോ സമാധാനം സന്തോഷമായി ജീവിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് പിന്നെ അതൊന്നും എടുത്തിടാൻ താല്പര്യമില്ല. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഒരു മുന്നത്തേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ പൊന്നേച്ചി പോയത്, പൊന്നേച്ചിയുടെ സാഹചര്യം വേറെ, എന്റെ സാഹചര്യം വേറെ. പൊന്നേച്ചി അന്ന് കയറിപ്പോയത് രണ്ടൊരു ഡിഫറെന്റ് ആണ് അല്ലേ, അത് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അവര് സാഹചര്യം അതുകൊണ്ട് അവരങ്ങനെ ആയി. സത്യം പറഞ്ഞ ആരെങ്കിലും നന്നായിട്ട് ആ സാഹചര്യം ഈ സാഹചര്യം എനിക്കറിയാം. എന്താ വെച്ചാൽ 2 സാഹചര്യത്തിൽ അന്ന് അവിടെ ഉണ്ടായ സാഹചര്യത്തിലൊക്കെ ഞാനുണ്ടായിട്ട് ഇപ്പൊ എന്റെ സാഹചര്യം എനിക്കറിയാലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ചേച്ചിയുടെ സാഹചര്യം, ചേച്ചിയുടെ ഒരു ഇതല്ല നമുക്ക് എനിക്ക് ഓടിച്ചെന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. ശരിയാണ്. പിന്നെ കാത്തുവിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ പറയുന്ന കാത്തുവിനായാലും കുണുക്കിനായാലും കുളിക്കിനായാലും മിസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അവരൊക്കെ എന്റെ ഉണ്ണികളല്ലേ. ഇപ്പൊ ഈ വീഡിയോസ് മുന്നോട്ട് ഇപ്പൊ ഈ ചാനലുകൾ 2 ചാനലുകളും കണ്ടിരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അറിയായിരിക്കും. കാർട്ടൂനായാലും കുണുക്കിനായാലും ഞാൻ ഒരേപോലെ സ്നേഹിച്ചത് തന്നെയാണ്, ഒരേപോലെ കൊണ്ടുനടന്നത് തന്നെയാണ്. അവരൊക്കെ എന്റെ മക്കളെല്ലാം തന്നെയാണ് എനിക്ക്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലത്തെ അവസ്ഥ കാരണം നമുക്ക് ഇങ്ങനെയാണല്ലോ, നമുക്കിപ്പൊ കാണാനോ ഒന്നും പറ്റുന്ന അവസ്ഥയല്ല. പിന്നെ അവരുടെ വീഡിയോസ് ഞാൻ മെയിനായി ഇരുന്ന് കാണുന്ന ആളാണ്. കുണിക്കനായാലും കുണിക്കായാലും കാർത്തുമായാലും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കണ്ടിട്ടായിരുന്നു പറയാട്ടാ കാർത്തു സംസാരിച്ചു തുടങ്ങിയിട്ട് നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പൊ കാർത്തു നാളത്തെ ഏതൊരു വീഡിയോയിൽ എന്നെ കുഞ്ഞാന്ന് പറയണൊക്കെ കേട്ടു. അപ്പൊ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. എന്റെ ഉണ്ണികളല്ല, അവരുടെ വീഡിയോസ് ഒക്കെ കാണാനാണ് എനിക്ക് ഇപ്പത്തെ നിലയ്ക്ക് പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെ മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഇപ്പൊ ഇവിടെ വന്നാലും ഏട്ടന്റെ വീട്ടിൽ വന്നാലും ഇവിടുത്തെ ഉണ്ണികളാവും പെട്ടെന്ന് വരും എന്റെ അടുത്തേക്ക് ഉണ്ണികള്. അപ്പൊ ഇപ്പൊ ഇവിടെ ആയാലും ഫിലിമോള് ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് എനിക്ക് എല്ലാ ഉണ്ണികളും ഞാൻ പെട്ടെന്ന് സെറ്റാവും. അവിടുത്തെ ഉണ്ണിയുണ്ട്. അവിടെ ഉണ്ണി വന്നിട്ട് ഇവിടെ ഇരുന്ന് കുറെ നേരം കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേകത ഇഷ്ടമാണ്. അപ്പൊ അവരിനൊക്കെ കാണാതിരിക്കുമ്പോ എനിക്കൊരു വിഷമമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അച്ഛൻ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ സൈഡ് ന്യായമെന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ഇങ്ങനെ പോയി മാരേജ് ചെയ്തത് എന്ന് ഒരു നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടുകൊണ്ട് ചോദിച്ചാന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അച്ഛനമ്മയും ചിലപ്പോ അച്ഛനമ്മയിലും അവരുടെ നോക്കുമ്പോ നമ്മളെ നോക്കും നമ്മളെ ന്യായം ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളെ ഏത് പ്രശ്നത്തിലും രണ്ട് കൂട്ടരും ന്യായങ്ങളായിരിക്കും അല്ലെ. അതെ, അങ്ങനെ ആയിരിക്കാം. അതൊരു മത്സരമാക്കി എടുക്കാണ്ടിരിക്കുക. അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനത്തെ അവസ്ഥ അങ്ങനെയാണ്. അത്രയും ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ കുറിച്ച് ചോദിച്ചില്ലേ, അതേപോലെ തന്നെ നമ്മളെ എന്താ പറയാ വീട്ടുകാര് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഉറപ്പിച്ചൊരു ബന്ധാണ്. അപ്പൊ എന്താ പറയാ ഞാനായിട്ട് എടുത്ത തീരുമാനമല്ല. നമ്മുടെ വീട്ടുകാർ തമ്മിൽ ഇപ്പൊ നമ്മളോട് ഇഷ്ടം അങ്ങനെ ഇഷ്ടമായി എന്ന് ചോദിച്ചാലും വീട്ടുകാരനോട് ഇഷ്ടമായോ നോക്കിയിട്ടാണ് നമ്മൾ ഈ ബന്ധം ഉറപ്പിച്ചത്. പിന്നെ എന്തൊക്കെയോ സാഹചര്യം കാരണം അതിനെ കുറിച്ച് അങ്ങനെ ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അകലാൻ പറ്റൂല. അതല്ല, ആരാണ് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ കല്യാണം ആഗ്രഹിക്കാത്തത്? എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. ഫങ്ഷൻസ് ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ പോയെന്നാണ്. പിന്നെ അതിന്റെ ഇടയിലുള്ള കുഞ്ഞു ഓരോ കാര്യങ്ങളായി കാരണം ഇങ്ങനെ പോയി. യോഗ ആയിരിക്കാം ഞങ്ങൾക്ക് രണ്ടാക്കും. ചിലപ്പോ ഇങ്ങനെ കല്യാണം കഴിക്കാനായിരിക്കും യോഗം. അത് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചൂട് പണിക്കണ്ട. ചോദിക്കാനൊന്നുമില്ല കുഞ്ഞ ഇല്ലേ? അടുത്ത പറയുമ്പോ കുഞ്ഞുണ്ട്. ഒരുപാട് കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാമെന്ന് വിചാരിക്കരുത് കുഞ്ഞ. തെറ്റ് എല്ലാവർക്കും പറ്റും. കുഞ്ഞന്റെ അച്ഛനും അമ്മയും എല്ലാവരും അറിയാൻ കുഞ്ഞൻ ഒളിച്ചോടി പോയത്. ഒരുപാട് കണ്ടന്റ് പോലെ ആക്കി അവർ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാലും
എപ്പോഴായാലും ഇതൊക്കെ മറന്ന് ഒരുമിക്കണം രണ്ട് ഫാമിലിയും. മനുഷ്യരാണ്. നാളെ നമുക്ക് എങ്ങനെയായിരിക്കും എന്ത് പറ്റുമെന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. നെഗറ്റീവ് പറഞ്ഞല്ല കേട്ടോ. സോ രണ്ടുപേരുടെയും പിണക്കം മാറ്റി ഒരുമിക്കാൻ നോക്കണം. ഒരിക്കൽ പോലും കുഞ്ഞിന് അവരെ കാണണം എന്നോ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ? മകളുടെ തെറ്റ് അവര് പൊറുക്കും. കുഞ്ഞിനും അച്ഛനും ആലോചിച്ച് തീരുമാനമെടുക്കട്ടോ. പറയട്ടെ, മകള് തെറ്റാണോ ശരിയാണോ? ഞാൻ പറയാം. എനിക്ക് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ മറന്നിട്ട്. സത്യം പറഞ്ഞ അച്ഛനമ്മയാണ്. എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ. എനിക്ക് അവരോട് ഇപ്പൊ ദേഷ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതൊക്കെ കുറച്ച് നാൾ കഴിയുമാകും. പിന്നെ ഇപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് മേട്ടനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ല ഈ ഒരു കാര്യത്തില്. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെ ആവാം. ഈ ഒരു പ്രശ്നത്തില് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഫാമിലി ഇൻക്ലൂഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ കാര്യങ്ങൾ പോലെ പോവാൻ പറ്റെങ്കിൽ അത് ഇപ്പൊ വരാൻ പറഞ്ഞ് വിളിച്ചാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ അനുഭവിച്ചു വന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ് പേഴ്സണലി. പിന്നെ എന്റെ അച്ഛനമ്മയെ ഞാൻ മറക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന്. പക്ഷെ അതേപോലെ ഈ പറഞ്ഞ പോലെ കുഞ്ഞ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊക്കെ സംഭവിച്ചേക്കാം അല്ലേ? പറയാൻ പറ്റൂല. കാരണം ചിന്തിക്കണ ഇപ്പൊ എന്റെ ഫാമിലി ആയിരിക്കുള്ളൂ ഇങ്ങനെ ആക്കിയേക്കണത്, അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷൻ സംഭവിച്ചേക്കണത്. അപ്പൊ അവര് ആ മൈൻഡിൽ എടുക്കുള്ളൂ. നമുക്ക് വെച്ചാൽ നമ്മളിലെ എല്ലാവരും ക്യാരക്ടർ, എനിക്ക് എന്റെ ക്യാരക്ടർ വെച്ച് ഞാൻ പറയാൻ എല്ലാവർക്കും എന്ന് വെച്ചാൽ സ്വന്തം വീട്ടുകാരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് അത് മറക്കും. മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്കത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് ഞാൻ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ എന്തെങ്കിലും കൂട്ടുകാരന്മാരാണെങ്കിൽ ആരെങ്കിലും ആയിട്ട് നമ്മൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവൻ പറഞ്ഞ തെറ്റാണ് എന്നുള്ള ചിന്ത എടുക്കൂലല്ലോ. അല്ല, നമ്മുടെ വീട്ടുകാർ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറക്കും. പക്ഷെ അത് ഇപ്പൊ ഏട്ടനായാലും ഏട്ടന്റെ വീട്ടുകാർക്കായാലും പെട്ടെന്ന് മറക്കാൻ പറ്റില്ലായിരിക്കാം. അപ്പൊ അത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് എനിക്കും ഒരുപാട് അങ്ങനെ മാറ്റുക, അത് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതങ്ങനെ പോട്ടെ, എങ്ങനെയെങ്കിലും അപ്പൊ നല്ലത് നടക്കും എന്ന് വിചാരിക്കാം. അതെ. പിന്നെ അടുത്ത കേട്ടാ, ഇത്ര നാൾ ആയില്ലേ പ്രശ്നമൊക്കെ ഒത്തുതീർപ്പിക്കാൻ ശ്രമിച്ചൂടെ? ഗോകുലിനാണ് ഈ അവസ്ഥയെങ്കിൽ പറഞ്ഞോളെ കുഞ്ഞിന് എന്ത് ചെയ്യും? അന്നത്തെ സിറ്റുവേഷൻ പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ ഞാൻ ഇതേ ക്വസ്റ്റ്യൻസ് ആണ് അല്ലാതും കേൾക്കണവർക്ക് മടുക്കണ്ടോന്നറിയില്ല. ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ടാണ് വരുന്നത്. പിന്നെ എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ വായിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഏട്ടന് അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ചെയ്യും. ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ സാഹചര്യം, ഈ സിറ്റുവേഷൻ എന്ന് പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് കേൾക്കുമ്പോ അത് ദേഷ്യം വരുന്ന സാഹചര്യം, അതിന് വേറെ എന്താ വാക്കിലും പറയുക, സാഹചര്യം എല്ലാം അങ്ങനെ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പോകുന്നത്. ഇത്ര നാളൊക്കെ ആയി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ തീരുമാനം. വേറൊന്നല്ല, അത് അനുഭവിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പൊന്നുവിന്റെ സിറ്റുവേഷൻ വേറെയാണ്, ഞാൻ അനുഭവിച്ചത് വേറെ. പൊന്നു കേറിയില്ലേ കുഞ്ഞൻ കേറുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അങ്ങനല്ല. പിന്നെ പൊന്നേച്ചിയുടെ കാര്യം വെച്ചാൽ അവർക്ക് ഉണ്ടാക്കും അപ്പൊ തീരുമാനം എടുത്താൽ മതി. വേറെ ആരുടെയും അങ്ങനെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവിടെ ഒന്നാമത് ഈ ഫാമിലി അച്ഛനമ്മ മാത്രല്ല, ഞങ്ങളോ എല്ലാരും ഒരു നമ്മളെ വ്ളോഗില് കാണണല്ലേ, ഈ പറഞ്ഞ പോലെ കൂട്ടമായിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പൊ അവരും ഈ പറഞ്ഞ പോലെ ഒറ്റ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. എന്താന്ന് പറയണില്ല, ഒറ്റ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. ആ വാക്കുകൾ നമുക്ക് ധിക്കരിച്ച് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുഞ്ഞനെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നേക്കണാണ് അല്ലെ. കുഞ്ഞനിപ്പ പാലത്തിങ്കൽ തറവാട്ടിലെ ഗോകുലിന്റെ ഭാര്യയാണ്. ആ ഭാര്യ എന്നുള്ള അവകാശം ഇതിവിടെ തന്നെയാണ്. ഇപ്പൊ ഞാൻ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് ആക്കി ഇട്ടെന്ന് വിചാരിക്കും, എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? നിങ്ങൾ തന്നെ ആലോചിക്കുക. ഞാൻ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാക്കി എന്താ സംഭവിക്കുക? അത്ര ഉള്ളു കാര്യങ്ങള്. പിന്നെ ഇപ്പൊ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനൊക്കെ ഉണ്ടായിരുന്നു കുറെ പേര്.
ഞാൻ മിണ്ടണില്ല, ഭയങ്കര ഇതാണ്, അടുക്കണില്ല. അത് ഓരോരുത്തരെ ക്യാരക്ടറാണ്. ഞാൻ കുഞ്ഞൻ തന്നെ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞത് ഏട്ടന്റെ ക്യാരക്ടർ എന്ന് വെച്ചാല് എനിക്ക് പെട്ടെന്ന് സംസാരിക്കാൻ കിട്ടാത്തോളൂ. ഞാൻ പറഞ്ഞുതരാം. ഏട്ടന്റെ ക്യാരക്ടർ എന്ന് വെച്ചാ പെട്ടെന്ന് എല്ലാവരുമായിട്ട് അടുക്കൂല, നമ്മളിനെ അടുപ്പിച്ച് കൊണ്ടുവരണം. ഇപ്പൊ പിന്നെ ബന്ധത്തിനെ കുറിച്ചിട്ടോ ബന്ധുക്കൾ എന്താണ്, ബന്ധം എന്താണെന്നൊന്നും പറയാനോ അങ്ങനൊന്നും അറിയില്ല. പിന്നെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഫോൺ വിളിക്കണോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അത് ചെയ്യണം ഇങ്ങനെ അങ്ങനെ ഒന്നും അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് ബന്ധങ്ങളൊക്കെ ഞാനാണ് ഇപ്പൊ വന്നിട്ട് പറയാം, അത് ഏട്ടാ അവരാണ്, ഏട്ടാ ഇങ്ങനെയാണ് അവര് പറയേണ്ടത്, അവരിന് ഇങ്ങനെയാണ് ഒക്കെ ഞാനാണ് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നത്. ചേട്ടൻ അങ്ങനെ കുറിച്ച് അറിയില്ല. എനിക്ക് പണ്ട് തൊട്ട് ഞാൻ ഈ ബന്ധങ്ങളൊക്കെ ചോദിച്ച് അറിയണ ഒരാളാണ്. അപ്പൊ എനിക്കങ്ങനെ അറിയാം. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്റെ ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇവിടുത്തെ അമ്മേനെ വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്കതറിയാം എങ്ങനെ കൊണ്ടുപോകണം എന്ന്. ഏട്ടന് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് അതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ഏട്ടൻ അങ്ങനെ അത്ര എല്ലാവരുമായിട്ട് അടുക്കായിരുന്നത്. അത് പറഞ്ഞ പോലെ അത് പ്രശ്നമാക്കാനോ നമ്മൾ പിന്നെ അറിയാ ചിലവരുടെ ക്യാരക്ടർ അങ്ങനെയല്ലേ, ഏട്ടൻ സംസാരിക്കാൻ എപ്പോഴും ഒരു മടി കൂട്ടത്തിലാണ്. ഇപ്പൊ ഞാനിപ്പോ തല്ലി പിടിക്കുമ്പോ ഞാൻ മിണ്ടാറുണ്ട്. ഞങ്ങള് ചില നേരത്ത് വലിയൊരു തല്ലുണ്ടാക്കും പോലും ഏട്ടൻ മിണ്ടാണ്ടിരിക്കും. ദേഷ്യം വരും, ഏട്ടൻ എന്തെങ്കിലും ഒന്ന് പറ. പിന്നെ അത് മാത്രല്ല, ചില ഞങ്ങള് തല്ലൂട്ടങ്ങൾ വരും അങ്ങനെയാണ്. ഏട്ടൻ ചില നേരത്ത് ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരും. ഏട്ടൻ ഞാൻ ചോദിക്കുന്നൊന്ന് മറുപടി പറയും. അപ്പൊ എനിക്ക് ചില നേരത്ത് ദേഷ്യം വരുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ 24 മണിക്കൂറും വർത്താനം പറഞ്ഞു നടക്കുന്ന ആളാണ്. എനിക്ക് വല്ല എത്രയും വലിയ വിഷമം എന്തെങ്കിലുമൊക്കെ വരണം, ഞാൻ കുറച്ചേരം വായടച്ചിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 24 മണിക്കൂർ ഈ വായ തുറന്ന് നടക്കണം ഞാൻ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഏട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഇടയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരാണ്ട്. ഇപ്പൊ പിന്നെ എനിക്ക് അതിനെ കുറിച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. ഏട്ടൻ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി പെരുമാറി തുടങ്ങി. അത് ഞാൻ അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പറഞ്ഞ പോലെ കുഞ്ഞൻ വന്നപ്പോ കുഞ്ഞന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ജീവിതം പോവാ. എന്റെ കുറെ ഇഷ്ടങ്ങൾ ഞാൻ ഏട്ടന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, ഏട്ടന്റെ കുറെ ഇഷ്ടങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. എന്നാലും ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ അതില് തല്ലുപിടുത്തങ്ങൾ കൂടും, ഭയങ്കര വഷളാവും. ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും സംഭവിച്ചു പോവാം. അപ്പൊ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെന്റിൽ പോവാ, സന്തോഷത്തോടെ പോവാ. അതിനെ കുറിച്ച് മാത്രം ഇങ്ങനെ എന്താ പറയാ, ഒരു കാര്യത്തിൽ മാത്രല്ലേ പിടിച്ചു വെക്കാൻ പാടില്ല. വാശി എന്നുള്ള സാധനം വെക്കില്ല. ഞങ്ങളെ തല്ലുകൊടുത്ത ഒറ്റ ദിവസം ഉണ്ടാവും, ഒറ്റ ദിവസം പോലും നിൽക്കാറില്ല. എനിക്ക് തോന്നുന്നു 3 മണിക്കൂർ മുന്നേ തികച്ചു നിൽക്കാറുണ്ട്. അപ്പളിക്ക് ഏട്ടൻ ഒന്നുമില്ലെങ്കിൽ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ഏട്ടനെ വിളിക്കും. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏട്ടൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ അതിന് എതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യം ഏട്ടന് ഇഷ്ടമാകൊണ്ടും പ്രശ്നം ഉണ്ടാക്കി. പിന്നെ തൊട്ട് ആ കാര്യം ചെയ്യില്ല, ഞങ്ങൾ തമ്മിൽ രണ്ടാളും അങ്ങനെ ഇങ്ങനെ ചെയ്യില്ല. ഞങ്ങൾക്കറിയാം ആ കാര്യം ഞാൻ ചെയ്ത ഏട്ടന് ഇഷ്ടപ്പെടില്ല, ഏട്ടൻ ചെയ്ത എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം. അങ്ങനെ മാറ്റി ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി ലൈഫ് ഫുള്ളായിട്ട്. അത് അങ്ങനെയാണ്. ഒരാളെ ഇപ്പൊ പറഞ്ഞ ഞാനിപ്പൊ കുഞ്ഞിനെ പ്രണയിച്ച്, അതായത് 1-2 വർഷമൊക്കെ പ്രണയിച്ച് പിറകെ നടന്ന് കെട്ടുകയാണെങ്കിൽ കുഞ്ഞന്റെ അടിമുടി സ്വഭാവം എനിക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ എന്റെ അടിമുടി സ്വഭാവം കുഞ്ഞിന് മനസ്സിലാവും അല്ലേ? അതാണല്ലോ ഇത് പക്ക അറേഞ്ചറായിട്ട് ഒന്നായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ അല്ലേ അറിയാൻ പറ്റില്ല. ഇപ്പൊ ലവേഴ്സ് എന്താ കാണിക്ക ഈ കാലഘട്ടത്തില് പുറത്തു പോവാ, ഈ പറഞ്ഞ പോലെ കഫേല് പോവാ, അങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, സംസാരിക്കുക, ഫോൺ വിളിക്കുക, വീട്ടുകാർ കാണാണ്ടിരുന്ന് സംസാരിക്കുക. ഞങ്ങൾ ഇതെല്ലാം വീട്ടുകാര് കണ്ട് സംസാരിക്കല്, വീഡിയോ കോള് ചെയ്യല്. പിന്നെ ഈ ആഗസ്റ്റ് 18-ാം തീയതിക്ക് ഞങ്ങള് പെണ്ണ് കണ്ടിട്ട് ഇങ്ങനെ ഒരാള് കൊടുക്കലുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരു കൊല്ലാവുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു കൊല്ലത്തിന്റെ ഉള്ളില് മനസ്സിലാക്കാനതൊക്കെ കുറെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി. എന്നാലും ഇനിയും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ കുറെയൊക്കെ മനസ്സിലാക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? മനസ്സിലാക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ ഞങ്ങളിപ്പൊ കുഴപ്പമൊന്നുമില്ല, നന്നായി പോകുന്നുല്ലേ? ഇങ്ങനെ പോകുന്നുണ്ട് തട്ടിയും കുത്തിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മഴ ഞങ്ങൾ ഏറ്റവും ടൂറ് പോകാനായിട്ട് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം. ഞങ്ങൾ മൈൻഡൊക്കെ റിലാക്സ് ആക്കണ ഈ ടൂറൊക്കെ പോയിട്ട് വേണ്ട. അപ്പൊ ടൂറൊക്കെ പോകുമ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ മൈൻഡ് റിലാക്സ് ഒക്കെ വരാൻ. ഹീറോ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അടുത്ത കമന്റ്, കുഞ്ഞ് എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? പൊന്നു പോയപ്പോൾ അമ്മയുടെ കൂടെ കെട്ടിപ്പിടിച്ചു നടന്നു ഒളിച്ചോട്ടത്തെ ഒക്കെ ഒരുപാട് എതിർത്തിരുന്ന ആളല്ലേ, പിന്നെ എന്തുകൊണ്ട് പോയി? അത് പറയാൻ താല്പര്യമില്ല എന്നാണ് മറുപടി. എങ്കിൽ പിന്നെ എന്തിനാണ് ക്യൂ എന്ന പറഞ്ഞു വരുന്നത്?
വായിക്കില്ലെന്നറിയാം, എന്നാലും പറയണമെന്ന് തോന്നി. നിങ്ങളുടെ വീഡിയോസ് എല്ലാം പണ്ട് തൊട്ടേ കണ്ടിരുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ അറിയണമെന്ന് തോന്നി. അപ്പൊ എന്തെങ്കിലും വായിക്കുന്നുണ്ട്, പറയാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. സത്യമാണ്, പൊന്നേറ്റ് പോയ സമയത്ത് ഞാൻ തന്നെയാണ് വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞത്. ഇപ്പൊ ആ വീഡിയോസൊക്കെ അക്കൗണ്ട് എടുക്കണോ, ഞാൻ ഒളിച്ചോടില്ല എന്നൊക്കെ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഒളിച്ചോടുണ്ടാവിച്ച് വീട്ടുകാർ കണ്ടുവെച്ച് വീട്ടുകാർ ആലോചിച്ച് പെണ്ണ് കണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നീട് ആ കല്യാണത്തിന് പ്രശ്നം വരുമ്പോ എനിക്ക് ഒറ്റയ്ക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞങ്ങള് തമ്മിൽ അടിക്കൂലോ. അപ്പൊ ഞങ്ങള് തമ്മിൽ അടിത്തു. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒളിച്ചോട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഞങ്ങള് വീട്ടുകാർ തമ്മിൽ നടത്തി തന്നെയാണ് ഞങ്ങള് തമ്മിൽ കല്യാണം നടത്തുന്നത്. കൺഫ്യൂഷനാണ്. ഞങ്ങൾ ഈ പറഞ്ഞ ലവ് മാരേജ് ആണ്, അറേഞ്ച് മാരേജ് ആണ്, ഇതില് ഒളിച്ചോട്ടം വന്നിട്ടുണ്ട്. ഗോകുലിന്റെ വീട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഇത് പണ്ടാറ് ഞങ്ങളോട് എല്ലാരും ചോദിക്കട്ടെ, ലവ് മാരേജ് ആണ് അറേഞ്ച് മാരേജ് ആണ് കാണുമ്പോ. അപ്പൊ ഞാൻ ഇടയ്ക്കായിരുന്നു പറയും, നമ്മൾ എന്ത് പറയണം, അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞ് ശരിയാവും, ലവ് മാരേജ് എന്ന് പറഞ്ഞ് ശരിയാവും. അതാണ് അവസ്ഥ. വീട്ടുകാരാണ് ഉറപ്പിച്ചു തന്നതൊക്കെ. പിന്നെ ഇടയിൽ ഞങ്ങള് ഒളിച്ചോട്ടം വന്നത് എന്താ അതൊക്കെ ഇടാം ഇടാൻ സമ്മതിക്കില്ല. അപ്പൊ അതിനെ കുറിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മള് ഒളിച്ചോട്ടായി പോയത്. സാഹചര്യം കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു നമ്മുടെ ലൈഫല്ലേ. ഒന്നും എന്നോട് ഇത് ഈ പറഞ്ഞ കാര്യം കാറി പോയി സംസാരിച്ചിട്ടുണ്ട് അമ്മ. ഞാൻ തന്നെ ചോദിച്ചോണ്ടല്ലേ, ഇങ്ങനെ വിളിച്ചോട്ടൊക്കെ ഇഷ്ടാണ് ഇങ്ങനെ പറഞ്ഞ അല്ലേ, എന്തോ ചോദിച്ചു നീ എടുത്തെന്തോ ഈ കമന്റ് വരെല്ലാം മുന്നിട്ടാ. അപ്പൊ വിളിച്ചോടല്ല ശരിക്കും ഞങ്ങള് പറഞ്ഞ ഒളിച്ചോട്ടെ ആവാല്ല. ചെലപ്പോ ആരും കാണാൻ ഒളിച്ചോട്ടെ എങ്ങനെയായിരുന്നു. ഞാനും എല്ലാം ഇറങ്ങിപ്പോയി. എന്റെ ഫ്രണ്ട്സ് വന്ന് നിന്നു. ഞാൻ ആ ഒരു ടൈമിലുണ്ടല്ലോ അത് എടാ ആദിത്യ അജീബിനെ നീ കാണില്ല. അല്ല അവരൊക്കെ കൂടി ഒക്കെ ഇങ്ങനെ ആയി. എന്തായാലും അല്ലാതെ നല്ല രീതിയിൽ പോടും. ചിലപ്പോ അതാവാൻ നമ്മളെ രണ്ടാളെ ജീവിതത്തിലെ യോഗം. ഞങ്ങൾ അത്ര വിചാരിക്കുന്നു. അല്ലാതെ നടക്കുന്നത് യോഗത്തിന് വിട്ടുകൊടുക്കുന്നു. നമ്മൾ മുൻകൂട്ടി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രത്യേകിച്ച് എന്റെ ലൈഫിൽ ഞാൻ പറയുന്നത് ഒന്നുമല്ല നടക്കാറ്, ഒക്കെ തിരിഞ്ഞാ നടക്കാറ്. എന്താണെന്നറിയില്ല, ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ച് എനിക്ക് അപ്പ കിട്ടൂല. എനിക്ക് തോന്നുന്നത് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ തന്നെ ഞാനൊരു 5-6 വർഷമായിട്ട് ഐഫോൺ ആയിരിച്ചിരുന്നത്. എനിക്ക് കിട്ടിയത് ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ചിട്ട്. എന്റെ വീട്ടിലെല്ലാരും കാട്ട് മുന്നേ എനിക്കായിരുന്നു ആഗ്രഹം, എല്ലാവരും കാട്ട് ലാസ്റ്റ് കിട്ടിയത് എനിക്കാണ്. അപ്പൊ ഈ പറഞ്ഞ പോലത്തെ ആളാണ്. എന്ത് എന്റെ ദൂരെ കൊണ്ടുപോയിക്കില്ല, കഷ്ടപ്പെട്ട് പോയി എടുക്കണം എനിക്ക് ആഗ്രഹങ്ങളൊക്കെ. ഇപ്പൊ എന്റെ സ്റ്റോറി അല്ല പിന്നെ പറയാം. ഹീറോ കാണാത്തവർക്ക് കേട്ടാ, എനിക്ക് ചുമ വന്നു വെള്ളം എടുക്കാൻ പോയൊക്കെയാണ് അത്. ഹീറോ ഇതാണ് ഹീറോ. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഇതേ ആൾക്കാണ്ട, എനിക്ക് പോലും ഇല്ല. അവിടെ കുട്ടി പോകോ, ബാ കുട്ടി പോകോ. അപ്പൊ ഇടയില് വീഡിയോ കട്ടായത് സ്പേസും ചേർന്ന് ഇടയിൽ ഒരാൾക്ക് ചുമയും വന്നു. അപ്പൊ രണ്ടും കൂടി കാര്യം രണ്ടായിട്ട് പോയി. അപ്പൊ അമ്മ വന്നു. ഞാൻ ഗേറ്റ് നോക്കട്ടെ. ഞാൻ പറഞ്ഞ അമ്മ വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ആരും മറക്കടായിരുന്നു. നമ്മള് ശ്രദ്ധിക്കുന്നില്ല അതിലേക്കല്ലോ. അപ്പൊ കൊറേ നേരം സംസാരിച്ച് പിന്നെ ഈ ആഴ്ചത്തെ ക്വസ്റ്റ്യൻ വലുതായോണ്ടാന്ന് തോന്നുന്നു കൊറേ നേരം. ഇനിയും ക്വസ്റ്റ്യൻസ് എടുക്കണം കേട്ടാ. എന്നാലും വേണമെങ്കിൽ കുറച്ചും കൂടി വായിച്ചിട്ട് നിർത്താം. മൊത്തം വായിക്കണമെന്നില്ല അല്ലേ. അതെ, കാരണം വലിയൊരു ലേഖനമാണ് ഇതേക്കാണ്. ഇനി സെയിം ആയിട്ടുള്ളത് വേണ്ട, വേറെ എന്തെങ്കിലും വായിച്ചു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നന്നായി ജീവിച്ചു പോകുന്നതിൽ സന്തോഷം. ഗോഡ് ബ്ലസ് യു. ശ്രുതി സൂരജ്. ശ്രുതി സൂരജ് ചേച്ചി ചേച്ചിയാന്ന് തോന്നുന്നു. താങ്ക് യു. എന്നെ ചേച്ചി നല്ല പ്രായമുണ്ട്. ഈ ഭാഷ പിന്നെ ചേച്ചിമാര് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുള്ള എന്ത് ചെയ്യണ, പ്രായം കുറവെന്ന് ചേരാം. പ്രായം 25 വയസ്സുള്ളോ. എത്ര എന്തോ പറയരുത്. 28 വയസ്സുണ്ട്. 28 വയസ്സാണ് ആൾക്കാരെ പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ 25 അല്ലേ.
വായിക്ക് തല്ലാൻ എടുക്കണ വേറെ ഒന്നും അറിയില്ല. അടുത്തത് ബേബി പ്ലാനിങ് ഉണ്ടോ? പ്ലാനിങ് ആയിട്ടൊന്നുമില്ല. ഉണ്ടാവും അല്ലേ? ബേബി പ്ലാനിങ് ഒന്നുമില്ല. പ്ലാനിങ് ആയിട്ടൊന്നുമില്ല കേട്ടാ. അടുത്തത് ഹായ് മൈ നെയിം മേഘാ ബിബി, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മെസ്സേജ് വായിക്കണം പ്ലീസ്. ഓക്കെ, വായിച്ചിരിക്കുന്നു. ഹായ് മേഘാ ബിബി. അടുത്തത് എന്നിട്ടുള്ള പോയി തന്നെയാണ് ഉള്ളത്. വീട്ടില് ഫാമിലിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോ? എന്റെ ഫാമിലിനെ, കുഞ്ഞിന്റെ ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോ? എന്തായാലും മിസ് ചെയ്യൂല, ചെയ്യാതിരിക്കില്ല. ഞാൻ അത്ര വർഷം അവിടെയല്ലേ ജീവിച്ചത്. അപ്പൊ എന്തായാലും 5 മാസമായി കാണാതെ, എല്ലാവരും കാണാതിരിക്കണം. എന്തായാലും മിസ്സിങ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ പോകുന്നു. കഴിഞ്ഞില്ലേ? ഇത്ര മതി. ലഞ്ചിന് നിങ്ങളെയും ബുദ്ധിമുട്ടിക്കാൻ ഇത്ര നേരം കാണിച്ചിട്ട് അന്നത്തെ വീഡിയോ നിർത്താം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്ര ഉള്ളൂ. അടുത്ത ഒരു വ്ളോഗായിട്ട് വരും. എത്രയും പെട്ടെന്ന് നല്ല വ്ളോഗായിട്ട് എത്രയും പെട്ടെന്ന് വരും. വരും. അപ്പൊ പോവാം. ബൈ.